നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. 11 കൌണ്ടികളിൽ വാർണിംഗ്. അയർലൻഡിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 കൌണ്ടികളിൽ യെല്ലോ ഓറഞ്ച് വാർണിംഗുകൾ ഏർപ്പെടുത്തി. അംഗീകാരം നൽകി മന്ത്രിസഭ. സ്ക്രാംബ്ലർ ബൈക്കുകളുടെ നിരോധനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പൂർണ്ണമായ നിരോധനം കൊണ്ടുവരാൻ ആഴ്ചകളോളം സമയമെടുക്കുമെന്ന് ഗതാഗത മന്ത്രി ദരാക് ഒബ്രിയാൻ. ഡ്രൈവർ അറസ്റ്റിൽ. കൌണ്ടി ഓഫ് ആലിയിൽ വാഹനം ഇടിച്ച് കൌമാരക്കാർക്ക് പരിക്ക്. സംഭവത്തിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. സഹായം നൽകും. ഡബ്ലിനിലെ പ്രളയ ദുരിത ബാധിതർക്ക് സഹായം പ്രഖ്യാപിച്ച് അയർലൻഡ് സർക്കാർ. വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ട് നേരിട്ട വീടുകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കുമാണ് സഹായം. യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ്. ജനുവരി മാസത്തിൽ ഡബ്ലിൻ വിമാനത്താവളത്തിൽ എത്തിയ യാത്രികരുടെ എണ്ണത്തിൽ വർധനവ്. 2025 ജനുവരി മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ യാത്രികരുടെ എണ്ണത്തിൽ 14% വർധനവാണ് ഉണ്ടായത്. ശക്തമായ മഴയ്ക്കും പ്രളയത്തിനുമുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഡബ്ലിൻ സിറ്റി കൌൺസിൽ. പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കൌണ്ടി ലാവോയിസിലെ നഴ്സിംഗ് ഹോമിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത് HSC. കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യ ആശുപത്രിയുടെ സ്ഥലം വാടകയ്ക്കെടുക്കാൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലിമറിക്. ബോൺസ് അക്കോർഡ് ലിമറിക് ആശുപത്രിയുടെ പുറത്തുള്ള സ്ഥലമാണ് വാടകയ്ക്ക് എടുക്കുന്നത്. പ്രതിമ നീക്കം ചെയ്തു. ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജോർജ് മിച്ചലിന്റെ പ്രതിമ നീക്കം ചെയ്തു. എപ്സ്റ്റീൻ ഫയൽസിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രതിമ നീക്കം ചെയ്തത്. വിൽപ്പനയ്ക്ക് നിയന്ത്രണം. വടക്കൻ അയർലൻഡിലെ ഫാർമസികളിൽ വേദന സംഹാരികൾക്ക് ക്ഷാമം. ഇതേ തുടർന്ന് വേദന സംഹാരികളുടെ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കരാർ പുതുക്കണം. അമേരിക്കയും റഷ്യയും ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് പുതുക്കണമെന്ന് ലിയോ മാർപ്പാപ്പ. പ്രതിവാര പ്രഭാഷണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രതിക്ക് ജീവപര്യന്തം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തം. പ്രതി റയാൻ റൂത്തിനാണ് ശിക്ഷ വിധിച്ചത്. തിരഞ്ഞെടുപ്പ് റദ്ദാക്കണം. ബീഹാർ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യം. മുൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയാണ് ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. നയപ്രഖ്യാപനത്തിന്മേലുള്ള രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെയാണ് പാസാക്കിയത്. കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നു. മനു എന്ന ആനയാണ് 1ാം പാപ്പാനായ വിഷ്ണുവിനെ കൊന്നത്. വഞ്ചിയൂരിലെ CPM രക്തസാക്ഷി വിഷ്ണുവിന്റെ സഹോദരനും CPM ബ്രാഞ്ച് അംഗവുമായിരുന്ന വിനോദ് കോൺഗ്രസിൽ ചേർന്നു. മത്സരങ്ങൾ കൊച്ചിയിൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ കൊച്ചിയിൽ തന്നെ നടന്നേക്കും. കോഴിക്കോട് സ്റ്റേഡിയം സജ്ജമല്ലാത്തതിനെ തുടർന്നാണ് തീരുമാനം. റാണയ്ക്ക് പരിക്ക്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരത്തിൽ കളിക്കുന്നതിനിടെ പേസർ ഹർഷിത് റാണയ്ക്ക് പരിക്ക്. ഒരു ഓവർ എറിഞ്ഞ ശേഷം കാൽമുട്ടിന് വേദന അനുഭവപ്പെട്ട റാണ ഗ്രൗണ്ട് വിടുകയായിരുന്നു. അയർലൻഡിൽ ന്യൂനമർദ്ദം. അയർലൻഡിലെ നിലവിലെ മഴയുള്ള കാലാവസ്ഥയ്ക്ക് കാരണം ന്യൂനമർദ്ദമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വരും ദിവസങ്ങളിലും രാജ്യത്ത് മഴ ലഭിക്കും. കേരളത്തിൽ വരണ്ട കാലാവസ്ഥ. കേരളത്തിൽ മഴ കുറയും. അടുത്ത ദിവസം മുതൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.